എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഞാൻ അച്ചുവിനെ ഗാന്ധിയപ്പൂപ്പനാക്കാൻ പോവാട്ടോ. അവൻ്റെ സ്കൂളിലത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുണ്ടുടിപ്പിക്കാനായിട്ടൊരു പ്ലെയിൻ മുണ്ടാണ് കേട്ടോ വേണ്ടത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു കസവ് മുണ്ടാണ് എടുത്തിരിക്കുന്നത്. മുണ്ടിൻ്റെ നേർ പകുതി അരയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. ശേഷം മുണ്ടിൻ്റെ ഒരു തലയുണ്ടല്ലോ, ഒരു തല എടുത്തിട്ട് ഞൊറിഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ ഞൊറിയണം. എനിക്ക് ഈ കസവ് അവിടെ ഉള്ളതുകൊണ്ടേ അത്ര ഫിനിഷിങ്ങിൽ കിട്ടിയില്ല, അതിങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു. പ്ലെയിൻ തുണിയാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. സ്കൂൾ ഓപ്പൺ ആണെങ്കിൽ എത്ര മനോഹരമായി ആഘോഷിക്കേണ്ട സ്വാതന്ത്ര്യദിനമാണ് അല്ലേ. മിഠായി വിതരണവും പായസം വിതരണവും ദേശഭക്തി ഗാനങ്ങളും ഒക്കെയായി. എല്ലാം ഇന്ന് വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയായി. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഈ 75ാമത്തെ വാർഷികത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ, കൊറോണ ഒന്ന് വേഗം അവസാനിച്ച് കിട്ടാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുണ്ടിൻ്റെ മറ്റേ തലയുണ്ടല്ലോ, ആ തല കാലുകൾക്കിടയിലൂടെ എടുത്തതിന് ശേഷം പുറകിൽ അരയിൽ തിരികെ വയ്ക്കണം. ഞാൻ അത്രയ്ക്ക് അങ്ങ് ഫിനിഷിങ്ങിൽ ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്കൊരു വട്ട കണ്ണടയും ഒരു വടിയും സെറ്റാക്കി വെക്കണം കേട്ടോ ആദ്യമേ തന്നെ. മേൽമുണ്ട് പുതപ്പിക്കാനായിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളത്തുണിയോ എടുക്കണം. എനിക്കതും പ്ലെയിൻ തുണി കിട്ടിയില്ല, അതും ഒരു കസവിൻ്റെ തന്നെയാണ്. ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ അച്ഛന് നല്ല ദേഷ്യം വന്നു തുടങ്ങിയിട്ടാ. മുണ്ടേ കുത്തിത്തറക്കിനുണ്ടെന്ന് തോന്നുന്നുണ്ട് മേത്ത്. തലയിലേ ചുറ്റാനായിട്ട് വീണ്ടും ഒരു പ്ലെയിൻ തുണി എടുക്കുക. കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പപ്പടം നനച്ചൊട്ടിക്കാം. ഞാൻ പിന്നെ അച്ഛനത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാരണം അങ്ങനെ ഞാൻ ചെയ്തില്ല. ഒരു തുണി തന്നെയേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ക്യൂട്ട് ഗാന്ധിയപ്പൂപ്പനെ.